അടിപൊളി ടേസ്റ്റിൽ വ്യത്യസ്തമായിട്ട് ഇതേ രീതിയിൽ ഒരു നാരങ്ങ വെള്ളം റെഡിയാക്കി എടുക്കാം. ഇതിൽ നമ്മൾ അഡീഷണലായിട്ട് കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ വളരെ നാച്ചുറലായിട്ടാണ് ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ നാരങ്ങ വെള്ളം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ചേർക്കാൻ ഫസ്റ്റ് നമുക്ക് വേണ്ടത് 2 നാരങ്ങയാണ്. ഈ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ ചീരയുടെ ഇലയിട്ട് നന്നായിട്ട് തിളപ്പിച്ച് മാറ്റി വയ്ക്കണം. ഇതിലേക്ക് ചേർക്കാൻ 2 നാരങ്ങ പിഴിഞ്ഞെടുത്ത ജ്യൂസും അതേപോലെ നേരത്തെ നമ്മൾ ചീരയുടെ ഇല തിളപ്പിച്ചെടുത്ത വെള്ളം ഇതേപോലെ അരിച്ചെടുക്കണം. ഒരു ബൗളെടുത്ത് നേരത്തെ ചീരയുടെ ഇലയിട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അടുത്തത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ ജ്യൂസ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണം. ഏകദേശം 4 സ്പൂൺ പഞ്ചസാരയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തത് ഇതിലേക്ക് സോഡ കൂടി ഒഴിച്ചു കൊടുക്കാം. സോഡ ഇല്ലെങ്കിലും വെള്ളം വെച്ചിട്ട് നമുക്ക് ഈ നാരങ്ങ വെള്ളം റെഡിയാക്കി എടുക്കാവുന്നതാണ്. സോഡ ഒഴിച്ചതിന് ശേഷം ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് തണുപ്പിന് ആവശ്യമായ ഐസ് ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കാം. ചൂടുകാലത്ത് വ്യത്യസ്തമായിട്ട് നമുക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. സ്പെഷ്യലായിട്ട് ചീരയുടെ ഇല കൊണ്ട് ഉണ്ടാക്കിയെടുത്ത നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ജ്യൂസ് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അഡീഷണലായിട്ട് ഫുഡ് കളറൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. വളരെ നാച്ചുറലായിട്ടാണ് ഈ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് ഇഷ്ടമായെങ്കിൽ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടിട്ട് പോകുന്നവരെല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.